بسم الله الرحمن الرحيم السلام عليكم ورحمة الله. بسم الله الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. വേദിയിലുള്ള കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡന്റ്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനനായ PN അബ്ദുൽ ലത്തീഫ് മദനി, ഈ മഹാസമ്മേളനത്തെ അഭിമുഖീകരിക്കുന്ന എൻ്റെ ശബ്ദം ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ, ഹാരിസ് ബിൻ സലീം, ഡോക്ടർ ഷഹീർ, മറ്റു വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുവൈത്ത് എന്ന ഈ കൊച്ചു രാഷ്ട്രത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്ലാമിക പൈതൃകത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും പ്രതീകമായി നിലനിൽക്കുന്ന മസ്ജിദുൽ കബീറിൻ്റെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഒരു ചരിത്രമാണ്. ഒരു പ്രഭാഷകൻ അയാളുടെ പ്രസംഗത്തിൻ്റെ കൊഴുപ്പ് കൂട്ടാനും അയാളുടെ പ്രസംഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ തീർക്കാനും അയാൾക്ക് അനുവദിക്കപ്പെട്ട മിനിറ്റുകളിൽ ഏറ്റവും നല്ല വാക്കുകൾ പറയാനും വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഞാൻ ഇതൊരു ചരിത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇതൊരു ചരിത്രമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതേറ്റവും ശക്തമായ ഒരു സാമൂഹിക ഇടപെടലാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈയിടെ വായിച്ചു മറന്ന ഒരു ചെറുകഥയുണ്ട്. ഗ്രാൻഡ് ഫാദർ വല്യപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊച്ചുമകനോട് ചോദിച്ചു, പേരക്കുട്ടിയോട് ചോദിച്ചു, മോനെ, ഞാൻ വരുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്? അതിന് കൊച്ചുമകൻ കൊടുത്ത ഉത്തരം ഇതാണ്: എനിക്ക് കളിക്കാൻ ഒരു AK-47 റൈഫിൾ വേണം, ധരിക്കാൻ ബുള്ളറ്റ് പ്രൂഫ് വേണം, എനിക്ക് യാത്ര ചെയ്യാൻ ഒരു ടാങ്കറും വേണം, 2 ബോംബും കൂടെ ഇരുന്നോട്ടെ എന്നാണ്. ഒരുപാട് എക്സാജറേഷൻസ് ഒരുപക്ഷെ അതിലുണ്ടാകാം. അപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ ചിന്തിച്ചു, ഞാനൊക്കെ ചിരട്ട കൊണ്ട് മണ്ണിൽ കളിച്ച് അല്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ട കൊണ്ട് വണ്ടി ഉണ്ടാക്കി കളിച്ച് അങ്ങനെ കളിച്ച എൻ്റെ കാലഘട്ടത്തിൽ നിന്നും എൻ്റെ കൊച്ചുമകനായപ്പോൾ എത്തിപ്പെട്ട ഒരു സാഹചര്യമാണിത് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇസ്കോൺ എന്ന പേരിൽ നടക്കുന്ന ഈ മഹാസമ്മേളനം അതിൻ്റെ മുൻപും ശേഷവുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ. അത് ചരിത്രപരമാണ്, അതൊരു സാമൂഹിക ഇടപെടലാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ കൊച്ചു കഥയിൽ നിന്ന് നാം വായിക്കേണ്ടത് വളരുന്ന സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയാണ്. 3 വയസ്സായൊരു കുട്ടി, അവൻ ഞാനും നിങ്ങളുമൊക്കെ 3 വയസ്സായപ്പോൾ ചിന്തിച്ചതല്ല ഇന്ന് ചിന്തിക്കുന്നത്. 3 വയസ്സായൊരു കുട്ടി ഞാനും നിങ്ങളുമൊക്കെ 3 വയസ്സായപ്പോൾ പറഞ്ഞതല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ പ്രതീക്ഷകൾ, അവൻ്റെ പദ്ധതികൾ, അവൻ്റെ ആവശ്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ നിലനിൽക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷത്തെ അപഗ്രഥിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളെ വളരെ സമർത്ഥമായി സമൂഹ മധ്യത്തിലേക്ക് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. ഏത് ഭാഷയിലുള്ള, ഏത് നാട്ടിലുള്ള പത്രമാധ്യമങ്ങളിലൂടെ കടന്നുപോയാലും, ചാനൽ ചർച്ചകളിലൂടെ കടന്നുപോയാലും വളരെ ശക്തമായി വിദ്യാർത്ഥി സമൂഹത്തിലും യുവജനങ്ങൾക്കിടയിലുമൊക്കെ പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ജീർണതയെ സംബന്ധിച്ച അവലോകനങ്ങളും ചർച്ചകളും വിമർശനങ്ങളും ഞെട്ടിപ്പിക്കുന്ന കഥകളുമൊക്കെ വളരെ സമർത്ഥമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലരെങ്കിലും അതിൻ്റെ പരിഹാരവുമായി രംഗത്തു വരുന്ന ഒരു സാഹചര്യവും തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. ഒരു എക്സ്കവേറ്ററിനേക്കാളും ശക്തമായ
കർമ്മ നൈരന്തത്തോടു കൂടെ ഒരു മലയെ മറിച്ചിടാവുന്ന യന്ത്രത്തെക്കാളും ശക്തമായ കർമ്മശേഷി കയ്യിലിരിക്കുന്ന യുവജന സമൂഹങ്ങളും വിദ്യാർത്ഥി സമൂഹവുമൊക്കെ പലപ്പോഴും ഒരിക്കലും സീരിയസ് അല്ലാത്ത കാര്യങ്ങളിലാണ് അവരുടെ അജണ്ടകൾ കറങ്ങിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സെൽഫോൺ വൈറസ് പിടിച്ചതിനെ കുറിച്ച് അവൻ ടെൻഷൻ അടിക്കുമ്പോൾ സ്വന്തം ഫാദർ വൈറൽ ഫീവർ പിടിച്ച് കിടക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അതല്ലെങ്കിൽ സ്വന്തം അയൽപ്പക്കത്തുള്ള ആളുകൾ രോഗവും മരണവും പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോഴും ഞാനീ പറയുന്ന കാര്യത്തെ വേറെ എവിടെയെങ്കിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയിലേക്ക് കൊണ്ടുപോയിട്ട് ചിന്തിക്കണ്ട. നമ്മളെ മോനെടുക്കുക. നമ്മളെ ചെറിയ പ്രായത്തിലുള്ള മക്കൾ മുതൽ വലിയ പ്രായത്തിലുള്ള മക്കളെ വരെ എടുക്കുക. സമൂഹത്തിലെ ഏറ്റവും ശക്തമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിനെ ഒന്ന് പരിഗണിക്കാനോ മൈൻഡ് ചെയ്യാനോ അതിലേക്ക് നോക്കാനോ യഥാർത്ഥത്തിൽ തയ്യാറല്ല. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും നമ്മളൊക്കെ അനുസ്മരിക്കുന്ന ഒരു സംഭവമുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരു ബസ് അപകടമുണ്ടായി. ബസ് പുഴയിൽ വീണപ്പോൾ ആ പുഴയിൽ വീണ നദിയിൽ വീണ ബസ്സിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കേരളത്തിലെ ആ ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള അവിടുത്തെ കലക്ടർക്ക് മാധ്യമങ്ങൾ വഴി, വിശേഷിച്ച് വിഷ്വൽ മീഡിയകൾ വഴി അദ്ദേഹത്തിന് ചില അറിയിപ്പുകൾ ലോകത്തിന് നൽകേണ്ടി വന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും വിധം ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു വിളിക്കണമെന്ന് പറയുന്നിടത്ത് നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം എന്താന്ന് ചോദിച്ചാൽ, സ്വന്തം മാതാവിനെ പോലെ, സ്വന്തം പിതാവിനെ പോലെ, സ്വന്തം പെങ്ങളെ പോലെ, സ്വന്തം ജ്യേഷ്ഠനെ പോലെ, സ്വന്തം മോനെ പോലെയുള്ള ആളുകൾ നദിയിൽ വെള്ളം കുടിച്ചും അതല്ലെങ്കിൽ രക്തം വാർന്നും ചെഞ്ചായമണിഞ്ഞ ആ നദിയിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഫോട്ടോ ഏറ്റവും മനോഹരമായി പകർത്തിയെടുത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയക്ക് ആദ്യം പോസ്റ്റ് ചെയ്യുന്ന ആൾ ആരാകണമെന്ന ആലോചനയിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിലനിൽക്കുന്നതും സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഞാൻ ആ പോയിന്റ് വിശദമായി പറയല്ല. ഇവിടെ മദ്യത്തിന്റെ പ്രശ്നമുണ്ട്, മയക്കുമരുന്നിന്റെ പ്രശ്നമുണ്ട്, അഡിക്ഷനുകളുടെ പ്രശ്നമുണ്ട്, ഫോണോഗ്രാഫി പ്രശ്നങ്ങളുണ്ട്, പോൺ സൈറ്റുകളിലേക്ക് ബ്രൗസ് ചെയ്യപ്പെടുന്ന പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങളുടെയൊക്കെ മർമ്മം എന്താണ് എന്നത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഒരിക്കലും സീരിയസ് അല്ലാത്ത കാര്യങ്ങളെ ഏറ്റവും സീരിയസ് ആയി കാണുകയും ഒരിക്കലും ഗൗരവതരമല്ലാത്ത വിഷയങ്ങളെ ഏറ്റവും ഗൗരവതരമായി കാണുകയും ഗൗരവതരമായ വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു. എനിക്ക് ഇസ്കോണിന്റെ സംഘാടകരോടും അതേപോലെ ഞാനടങ്ങുന്ന രക്ഷാകർതൃ സമൂഹത്തോടും പറയാനുള്ളത് എന്താണെന്നറിയോ? വിശേഷിച്ച് പ്രവാസികളാണ് നിങ്ങളൊക്കെ. നിങ്ങളുടെ കുട്ടി ജീവിക്കുന്ന ക്യാമ്പസിന്റെ അന്തരീക്ഷത്തെ സംബന്ധിച്ചും അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അവനെ ഒരു ദിവസം രാവിലെ 9 മണിക്ക് ബെല്ലടിച്ചാൽ വൈകുന്നേരം 4 മണിക്ക് ബെല്ലടിക്കുന്നതുവരെ അവൻ ജീവിക്കുന്ന ക്യാമ്പസിന്റെ പശ്ചാത്തലങ്ങളെയും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് എന്താ പറയാ റിസൈനിങ് ലെറ്റർ കൊടുത്ത് നാട്ടിലേക്ക് പോവാനാണ് തോന്നുക. ഉറപ്പാണ്. അതാണ് ഇന്നത്തെ അന്തരീക്ഷം. അതുകൊണ്ട് ഞാൻ എൻ്റെ ബഹുമാനരായ രക്ഷിതാക്കളോട് പറയുന്നു, എല്ലാ ദിവസവും സ്വന്തം മക്കളെ വിളിച്ച് അന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഫുൾ ഈവാലുവേഷൻ എന്തൊക്കെയായിരുന്നു കോളേജിൽ ഉണ്ടായത്, എങ്ങനെയൊക്കെയായിരുന്നു എന്ന് സ്നേഹപൂർവ്വം ചോദിച്ച് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. സുഹൃത്തുക്കളെ, നിയമാവലികളും നിയമപുസ്തകങ്ങളും കോടതികളും ജഡ്ജിമാരും പോലീസ് സ്റ്റേഷനുകളും പാർലമെന്റുകളും നിയമസംഹിതകളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നിയമങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളായി പോകുന്നു. ഒരു ബസ്സിലിട്ട് ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ യുവാക്കളും യുവതികളുമൊക്കെ സമര ചത്വരങ്ങൾ തീർത്ത് ഭരണകൂടത്തെ കൊണ്ട് പുതിയ നിയമനിർമ്മാണത്തിന് ആ ഒരവസ്ഥയിലേക്ക് വരെ എത്തിച്ചുവെങ്കിൽ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതിന്റെ ശേഷം അതിലേറെ ക്രൂരമായ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു? ബാറിൽ നിന്ന് വെള്ളമടിച്ചു പോകുന്ന വഴിയിൽ കണ്ട പിച്ചതണ്ടുന്ന പിഞ്ചു കുഞ്ഞിനെ തന്റെ കാറിലേക്ക് വലിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി അവളെ ക്രൂരമായി ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കി തന്റെ തള്ളാം വിരലിന്റെ മാത്രം വണ്ണമുള്ള അവളുടെ കഴുത്തിൽ തന്റെ തള്ളാം വിരൽ വെച്ചമർത്തി അവളെ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ 6 മാസത്തെ തടവിന്റെ മാത്രം ശിക്ഷാവിധി കോടതിയിലെ കൂട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ
ആ ശിക്ഷാവിധി 6 മാസമാക്കി കിട്ടാൻ വേണ്ട ഫയലുകളിലെ പിൻകളികൾ കളിച്ചവരും ആ കർമ്മം ചെയ്തവരുമൊക്കെ അവരെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം, എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ഇസ്ലാം പ്രശ്നത്തിന്റെ മർമ്മത്തെയാണ് സ്പർശിച്ചത്. ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ഇസ്ലാമിക നവോത്ഥാനത്തിന്റെയും ഈ സ്വാധീനങ്ങളുടെ ഏറ്റവും ഉന്നതമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം ഇരിക്കുന്നത് എവിടെയെന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടിനെ അടിച്ചതുകൊണ്ടും കുട്ടിനെ ചവിട്ടിയതുകൊണ്ടും അവന്റെ അടുത്തുനിന്ന് അവന്റെ കമ്പ്യൂട്ടർ വാങ്ങിയതുകൊണ്ടും റിമോട്ട് കൺട്രോൾ എടുത്ത് പാത്തച്ചതുകൊണ്ടും ഒന്നും പ്രശ്നം അവസാനിക്കണില്ല. അല്ലെങ്കിൽ കുട്ടിനെ പഠിക്കാൻ വിടണ്ട, അവനെ റൂമിൽ അടക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടും എന്നും യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം അവസാനിക്കുന്നില്ല. പ്രശ്നം ഇരിക്കുന്നത് അലാ ഇന്ന ഫിൽ ജസദിൽ അമുള, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് കേടായാൽ ശരീരം കേടായി. അപ്പൊ നമ്മുടേത്, നമ്മുടെ മക്കളുടേത്, അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഇത്തരം അധാർമിക പ്രവണതകൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഇടപെടുന്നവർ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു വശം അതാണ്. യഥാർത്ഥത്തിൽ കേരള നദുവത്തുൽ മുജാഹിദിന്റെ വിദ്യാർത്ഥി ഘടകം എന്ന നിലക്ക് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും അതിന്റെ വളരെ കൃത്യമായ പ്രവർത്തന പദ്ധതികൾ ആ തലത്തിൽ തന്നെ കുവൈത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുവൈത്ത് ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവ്മെന്റും കിസ്മും ഒക്കെ ആ ഒരു പ്രശ്നത്തെ സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാളത്തെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂളും ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂളും ഒക്കെ ശ്രദ്ധിക്കുന്നവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് 100 കണക്കിന് ഉദാഹരണങ്ങൾ ഈ രംഗത്ത് തീർച്ചയായും എണ്ണിപ്പറയാൻ കഴിയും. വളരെ ശക്തമായ പരിവർത്തനങ്ങൾ, സ്വന്തം മാതാപിതാക്കളെ പോലും നന്നാക്കിയ കുട്ടികളെ ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയും. ഏകദേശം 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞൊരു കുട്ടി വീട്ടിൽ ചെല്ലുമ്പോ അവനോട് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ക്യാമ്പിന്റെ ഡയറക്ടർ പറഞ്ഞിരുന്നു, നാളെ സുബഹിക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇത് ഉണ്ടാകുമോ എന്നുള്ളതിന്റെ ഏറ്റവും, ഈ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ ആ സമയപ്പോ അവൻ ചാടി എണീറ്റു. നിസ്കരിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷെ വീട്ടിൽ വാപ്പിയുമൊക്കെ കൂർക്കം വലിച്ചുറങ്ങാം. അപ്പോഴോ അവൻ എണീറ്റ് ഒളു ചെയ്ത് നിസ്കരിച്ചു. അപ്പൊ സാറ് പറഞ്ഞത് അവന്റെ മനസ്സിൽ വീണ്ടും വന്നു, എന്റെ ഉപ്പിയും ഉമ്മയും ഞാനൊക്കെ ഒന്നിച്ച് കൈവിരൽ പിടിച്ച് സ്വർഗത്തിൽ പോവണല്ലോ. ആ ഒരു ചിന്ത അവനെ സ്വാധീനിച്ചപ്പോ വാപ്പാന്റെ ഉമ്മാന്റെ റൂമിന്റെ മുമ്പിൽ അവൻ നേരെ മുസല്ല കൊണ്ടിട്ടിട്ട് ഭയങ്കര വാങ്കണ കൊടുത്ത്. ഇപ്പൊ ഏതപ്പോ ഒരു പുതിയ മോദിന് ഇവിടെ ചാർജ് എടുത്തെന്നുള്ള നിലക്ക് വാപ്പയും ഉമ്മയൊക്കെ ചാടി എണ്ണീറ്റപ്പോ അവർക്ക് മനസ്സിലായി ഇത് 10 ദിവസത്തെ ക്യാമ്പിന്റെ റിസൾട്ടാണ്. വാപ്പാനെ മുന്നിലിരുത്തിയിട്ടാണ് രണ്ടാമത് അവരെ വിളിച്ചുകൂട്ടിയ സദസ്സിലെ കുട്ടി പറയണത്, 10 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ആവേശം പോയി, പക്ഷെ എന്റെ വാപ്പ എന്നെ ഇന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെ, ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ സിയാറിക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ അത് ഓർഗനൈസ് ചെയ്യുന്ന കുട്ടീന്റെ കമന്റ്, നിങ്ങളൊക്കെ സിയാറിക്ക് വേണ്ടിയാണ് വരേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ പലപ്പോഴും വിളിച്ചിട്ട് വന്നിട്ടില്ല. ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രോഗ്രാമിനല്ല പോകേണ്ടത്, സിയാറിക്കാണ് പോകേണ്ടത്. അപ്പൊ അതിലൊരു ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം? അപ്പൊ അവനവന്റെ ഫോൺ എടുത്ത് എന്റെ കയ്യിൽ തന്നു. വലിയ ഫോണാണ്, ഒരു റിക്ഷ എടുത്ത് കൊണ്ടുപോകേണ്ട ജാതി വലിയ ഫോണാണ്. അപ്പൊ ആ ഫോണിൽ അതിന്റെ മെസ്സേജ് ഇങ്ങനെ തുറന്നിട്ട് അതിൽ കുറെ ഫോട്ടോസ് ഉണ്ട്. മൊത്തം തലയൊക്കെ മുട്ടടിച്ച് പെയിന്റൊക്കെ അടിച്ച് വൾഗർ ഡ്രസ്സിങ് നടത്തിയ ഒരു പയ്യൻ. ഞാനത് നോക്കിയിട്ട് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഇതെന്താന്ന് വെച്ചു, അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞു. അത് ഞാനായിരുന്നു. ഇപ്പൊ താടിയൊക്കെ വെച്ച് വെൽ ഡ്രസ്സിങ് ആണ്. അപ്പോ ഈ ഫോട്ടോയിൽ നിന്ന് ഈ ഫോട്ടോയിലേക്കുള്ള ഒരു ദൂരമുണ്ട് സുഹൃത്തുക്കളെ. ആ ദൂരം അത് അച്ചടക്കത്തിന്റെ ദണ്ടുകൊണ്ടും അതല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡന്റെ നിയന്ത്രണങ്ങൾ കൊണ്ടും ഉണ്ടായതല്ല. മനസ്സിനെ കഴുകി അവനവിടെ പോയിരുന്നു, വിഷയങ്ങൾ പഠിച്ചു, അങ്ങനെ ഉണ്ടായ പരിവർത്തനമാണ്. ആത്മഹത്യയിൽ ആത്മഹത്യാ ശ്രമം നടത്തുകയും അഫയർ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് രക്ഷപ്പെട്ടു പോരുമ്പോ ഡോക്ടർ അവളെടുത്ത് പറഞ്ഞു, മോളെ അവന്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ചെയ്യേണ്ടത് ഇനി ഒരു മതപരമായ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പോകണം. അപ്പൊ ആ ഏജിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് അന്വേഷിച്ച് രക്ഷിതാക്കൾക്ക് കിട്ടിയത് ഒരു മുജാഹിദ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുടുംബത്തിലെ അവർക്ക് കിട്ടിയത് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടക്കുന്ന സിയാറിയാണ്. അവൾ അവിടെ വന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു April 1 ഞങ്ങൾ കേരളത്തിലെ മൊത്തം 300 CRE സെന്ററുകളിൽ ഒരു ഫീഡ്ബാക്ക് ഡേ നടത്തിയപ്പോ അവൾ എഴുതിയ വരികൾ, ആ കുട്ടി എഴുതിയ വരികൾ, അത് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഫ്ലെക്സായി വന്നിരുന്നു. അവരെഴുതിയ വാചകം ഇതാണ്: മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും എന്നെ നയിച്ചത് സിയാറിയാണെന്നാണ്. അല്ലെ, ഇത് ഞങ്ങൾക്ക് കൃത്യമായി എടുത്തു പറയാൻ പറ്റും.
ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റും. അതെന്തുകൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ, എന്താണ് പ്രശ്നത്തിന്റെ മർമ്മം എന്നത് ഫൈൻഡ് ഔട്ട് ചെയ്തതുകൊണ്ടാണ്. എന്താണ് പ്രശ്നത്തിന്റെ മർമ്മം എന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നിടത്ത് നമ്മുടെ കുട്ടികളെ നമുക്കിടയിൽ പരിവർത്തനം ഉണ്ടാക്കുന്നവരാക്കി മാറ്റാൻ പറ്റും. ഒരു ഹോസ്റ്റൽ മുറി ചെന്നപ്പോ മുസല്ല കണ്ട്, അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നിങ്ങൾ ഇവിടുന്ന് നിസ്കരിക്കൽ പള്ളിയിലൊന്നും പോകല്ലേന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ കമന്റ് എന്താ നിങ്ങള്? അവന്റെ കമന്റ് 1000 തവണ ആവർത്തിച്ച് ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടെ വെള്ളടിക്കണ റൂമാ, ഇവിടെ കടന്ന് ഞാൻ മരിക്കേണ്ടി വന്നാൽ ഇവിടെ റഹ്മത്തിന്റെ മലക്ക് വരുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് ഞാൻ അവിടെ നിന്ന് നിസ്കരിക്കും, ഫറള് അവിടെ പുറത്തു പോയി നിസ്കരിക്കും. അപ്പോൾ അവിടെ ബോട്ടിൽ പൊട്ടിക്കിടക്കണ കുപ്പിണ്ട്, അത് കണ്ടപ്പോൾ ഇത് എന്താടാന്ന് വെച്ചു. അപ്പൊ അവന്റെ തിരിച്ചുള്ള മറുപടി എന്താ അറിയോ? ഇന്നലെ എക്സാം തീർന്നതിന്റെ ആഘോഷമായിരുന്നു, നീ എന്ത് ചെയ്തു? അവന്റെ അടുത്ത മറുപടി കേട്ടോ നിങ്ങള്, മദ്യപിക്കുന്ന സദസ്സിന് ഇരിക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയി, തലതാഴ്ത്തിയാണ് അവൻ സംസാരിക്കുന്നത്. ഇതൊക്കെ ആരുണ്ടാക്കി കൊടുത്താന്ന് വെച്ചാൽ ഒരു വാപ്പ ഉണ്ടാക്കി കൊടുത്തല്ല, അവന്റെ പാരന്റ്സ് ദുബൈയിലാണ്, എനിക്കറിയാം. അവനെ നോക്കാനും നിരീക്ഷിക്കാനും കാണാനും പാരന്റ്സ് ഇല്ല. പക്ഷേ ആ പാരന്റ്സിനെക്കാളും വലിയ ഈമാനികാവേശത്തിലേക്ക് വന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ പരീക്ഷ, അവരെ പ്രൊജക്ട്, അവരെ ഭാവി, അവർ സ്റ്റെത്ത് തോളിലിട്ട് പിന്നെ എന്താ പറയുക, രോഗികൾക്കിടയിലൂടെ നടക്കുന്നതും ക്ലിനിക്കിൽ ഇരിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ 2 ലോകത്തും ഉപകാരപ്പെടുകയില്ല എന്നത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അല്ലെ, പ്രവാസത്തിന്റെ ദുഃഖം എന്താണ് എന്നത് എനിക്കും അറിയാം. അത് അനുഭവത്തിലൂടെ അല്ലെങ്കിലും പലപ്പോഴും പല കാര്യങ്ങളിലൂടെയും ഒക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവാസികൾ എന്നെങ്കിലും ചെല്ലുന്നൊരു ദിവസം മക്കളുടെ അടുത്ത് എന്തെങ്കിലും ഒരു അരുതായ്മ കണ്ടാലും അതിനോട് മൗനം പാലിച്ചു പോരുകയാണ്. നാളെ പരലോകത്ത് ഇതെന്റെ ഉപ്പയാണ്, ഇദ്ദേഹത്തെ നരകത്തിലേക്ക് ഇട്ടിട്ട് എനിക്ക് സ്വർഗം കൊണ്ടാ എന്ന് പറയുന്നൊരു സ്ഥിതി സുഹൃത്തുക്കളെ ഉണ്ടായിക്കൂടാ. അതിന് നമ്മൾ കൃത്യമായി വേണ്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ കിസ്മും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും ഒക്കെ വിദ്യാർത്ഥികൾക്കിടയിലെ സമഗ്രമായ പദ്ധതികളിലേക്കാണ് പോയിട്ടുള്ളത്. സമഗ്രമായ പദ്ധതികളിലൂടെ വിദ്യാർത്ഥി തലമുറകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. കളിപ്രായത്തിൽ കളിക്കാനുള്ള കളിപ്പാട്ടം എന്തു കൊടുക്കണം? JCBയും തോക്കും കത്തിയുമല്ല കുട്ടിയുടെ കയ്യിൽ കൊടുക്കേണ്ടത്. അവന്റെ ആ ഏറ്റവും നന്നായി അവന്റെ ബുദ്ധിയിൽ ഡാറ്റകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന പ്രായം മുതൽക്ക് എന്തു കൊടുക്കണം? അവൻ ധരിക്കുന്ന ഷർട്ട് പിന്നെ ജിറാഫിന്റെയും പുലിയുടെയും ആനയുടെയും അതേപോലെ തന്നെ ദിനോസറിന്റെയും ഒക്കെ ഫോട്ടോകൾ വെച്ച റഹ്മത്തിന്റെ മലക്കുകൾക്ക് വരാൻ ഇടമില്ലാത്തതായിക്കൂടാ എന്നതിൽ തൊട്ട് ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ രംഗത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെയുള്ളവരോടുള്ള ശക്തമായ മെസ്സേജുമായി നമ്മൾ അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരു സ്വാഭാവികമായ അതല്ലെങ്കിൽ സാന്ദർഭികമായ ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എനിക്ക് ഒരു PM അടിച്ചു, പുതിയ ഒരു സർക്കുലർ കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ യെസ് എന്ന് കൊടുത്തു. സർക്കുലറിലുള്ളത് ഇത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന CRE അടക്കമുള്ളത് ഇനി MSM നടത്തേണ്ടതില്ല, ഒരറിയിപ്പ് കിട്ടുന്നതുവരെ എന്നാണ്. അന്ന് അവൻ ചോദിച്ച ചോദ്യം ഇടയ്ക്കിടെ കാതിൽ മുഴങ്ങാറുണ്ട്. അവന്റെ മംഗ്ലീഷിൽ അവൻ ടൈപ്പ് ചെയ്ത വാചകം ഇതാണ്: അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ. അവൻ എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്കറിയാം, അവൻ എവിടെ നിന്നാണ് അവനെ പിടിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം സുഹൃത്തുക്കളെ. അവന്റെ ഫ്രണ്ട്സും ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. ഇത്തരം മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇത് പലർക്കും ഒരു സുരക്ഷിതത്വത്തിന്റെ ചങ്ങാടം തന്നെയാണ്, മറുകര അണയാനുള്ള ശക്തമായ ചങ്ങാടം. അതിലെ ഏറ്റവും മഹത്തായ ഒരു പ്രോഗ്രാമാണ് പ്രൊഫ്കോൺ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2013 പിന്നെ 2014 ഫെബ്രുവരി മാസത്തിൽ പത്തനംതിട്ടയിൽ വെച്ച് ഈ പിന്നെ പ്രൊഫ്കോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫ്കോണിന്റെ പ്രഖ്യാപന സമ്മേളനം നവംബർ 9 കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവുക. പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാൻ കഴിയും, നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇതിൽ വേറെ ലക്ഷ്യങ്ങളോ സ്വാർത്ഥതയോ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് മാരകമായ രോഗങ്ങളും അപകടങ്ങളുമൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നാളെ ഞാനായിരിക്കും അടുത്ത ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ, അതല്ലെങ്കിൽ ആംബുലൻസിൽ ഞാനായിരിക്കും, എന്നെയും കൊണ്ടായിരിക്കും ചീറി പായുക എന്നത്
ആ ഒരു ബോധം മനസ്സിലുണ്ടായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.